ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന ആവേശകരമായ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യ നേടിയിരിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിലാണ് ഇന്ത്യക്ക് ആവേശകരമായ ജയമുണ്ടായിട്ടുള്ളത്. മുഹമ്മദ് സിറാജ് 5 വിക്കറ്റ് നേടിയിരിക്കുകയാണ്. വിവരങ്ങൾ മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നൽകും. മഹേഷ്, എന്തായാലും അവസാനം ഒരു ത്രില്ലർ ഒരു എൻഡിലേക്ക് പോവുകയായിരുന്നില്ലേ മത്സരം? ഒടുവിൽ എങ്ങനെയാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത്? ഒരു അനായാസ ജയം തന്നെയായിരുന്നു ഇന്ത്യയുടേത്. ദിവ്യ, അനായാസ ജയം എന്ന് പറയാൻ പറ്റില്ല. തീർത്തും നാടകീയമായ ഒരു ജയം ടീം ഇന്ത്യ നേടിയിരിക്കുന്നു. നിർണായകമായ 4 വിക്കറ്റുകളായിരുന്നു ഇന്ന് വേണ്ടിയിരുന്നത്. ആ 4 വിക്കറ്റുകളും ഇന്ത്യയുടെ പേസ് ബൗളർമാർ പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും എറിഞ്ഞിട്ടിരിക്കുന്നു. ഇന്ത്യക്ക് നിർണായകമായ ജയം ഓവലിൽ ലഭിക്കുന്നു. ഇതോടെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ പരമ്പര സമനിലയിലായിരിക്കുന്നു. ഇംഗ്ലണ്ട് അനായാസം ജയിച്ചു കയറാം. ആദ്യ പരമ്പര ഈ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ പരമ്പര ആദ്യമായി സ്വന്തമാക്കാമെന്നുള്ള ഇംഗ്ലണ്ടിന്റെ സ്വപ്നം ഓവലിൽ വീണുടയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 6 റൺസിന്റെ ഗംഭീരമായ ജയം ഇന്ത്യൻ പേസർമാരാണ്. തീർത്തും ഇന്ത്യൻ പേസർമാർക്ക് അവകാശപ്പെട്ടതാണ് ഈ ജയത്തിന്റെ ഈ ജയം ഈ ഇന്ത്യൻ പേസ് ബോളർമാർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ഇന്ന് അനായാസം ജയിക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. 35 റൺസ് വേണമായിരുന്നു. 4 വിക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഇന്ത്യൻ ബൗളർമാരുടെ മികച്ച പ്രകടനം നമ്മൾ കാണുന്നത്. ഇന്ന് ജാമി ഓവർട്ടനെ മുഹമ്മദ് സിറാജ് LBWയിൽ കുടുക്കി. തൊട്ടു പിന്നാലെ തന്നെ ജോഷ് ടങ്കിനെ പ്രസിദ്ധ് കൃഷ്ണ ക്ലീൻ ബൗൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടു ക്രിസ് വോക്സ് അദ്ദേഹം ബാറ്റിങ്ങിനായി വരുന്നത്. ക്രിസ് വോക്സ് ഈ മത്സരത്തിന്റെ 5ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ ഒരു ബൗണ്ടറി തടുത്തു ഇടാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിന്റെ തോളലിന് പരിക്കേറ്റിരുന്നു. ആ പരിക്ക് വകവെക്കാതെ ക്രിസ് വോക്സ്, ഒരു പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലൊന്നും നമ്മൾ ഇതിനു മുൻപ് ഇത്തരം വലിയ പരിക്കുകൾ പറ്റിയ താരങ്ങൾ ക്രീസിലേക്ക് നടന്നു വരുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ക്രിസ് വോക്സ് ഇന്ന് ടീമിനായി കളത്തിലിറങ്ങി. അദ്ദേഹത്തിന് പക്ഷേ ബാറ്റ് ചെയ്യാനായില്ല. അദ്ദേഹം നിർണായകമായ ചില ഇടപെടലുകൾ, ചില കൂട്ടുകെട്ടിനുള്ള ശ്രമം, ജയത്തിലേക്ക് അടുപ്പിക്കാനുള്ള റൺസ് ഓടിയെടുക്കുന്നതിനൊക്കെ ക്രിസ് വോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അറ്റ്കിൻസനെ ക്ലീൻ ബൗൾഡ് ചെയ്ത് മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് ജയം ഉറപ്പിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് ജയം അകന്നു പോകുന്നു എന്നുള്ള സിറ്റുവേഷൻ വന്നിരുന്നു. അറ്റ്കിൻസൺ മനോഹരമായി ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കൊരു 6 നേടിയിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം സിംഗിളുകളും ഒപ്പം തന്നെ ഓവറിന്റെ അവസാന പന്തിൽ സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വിജയം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം അറ്റ്കിൻസന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേ അറ്റ്കിൻസനെ എറിഞ്ഞിട്ടുകൊണ്ടാണ് മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചിരിക്കുന്നത്. മുഹമ്മദ് സിറാജ് 104 റൺസ് വഴങ്ങി 5 നിർണായക വിക്കറ്റുകൾ 2ാം ഇന്നിംഗ്സിൽ നേടി. പ്രസിദ്ധ് കൃഷ്ണ 126 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ പ്രസിദ്ധ് കൃഷ്ണയും നേടി. ആകാശ് ദീപിന്റെ നിർണായകമായ 1 വിക്കറ്റും. അങ്ങനെ 10 വിക്കറ്റുകളും 2ാം ഇന്നിംഗ്സിലെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും ഇന്ത്യയുടെ പേസ് ബോളർമാർ എറിഞ്ഞിട്ട് ഇന്ത്യക്കൊരു ജയം സമ്മാനിച്ചിരിക്കുന്നു. ഈ ജയം എന്ന് പറയുന്നത് നമുക്കറിയാം, ലീഡ്സിൽ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ജയിച്ചത്. തിരിച്ചടി ഇന്ത്യയുടെ എഡ്ജ്ബാസ്റ്റണിൽ 336 റൺസിന് ഇന്ത്യയുടെ ജയം. 3ാം ടെസ്റ്റിൽ ലോർഡ്സിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് 22 റൺസിന്റെ കണ്ണീരോട് കൂടിയുള്ള തോൽവി. 4ാം ടെസ്റ്റിൽ മാഞ്ചസ്റ്ററിൽ എത്തിയപ്പോൾ സമനില. അപ്പോൾ നിർണായകമായ 5ാം ടെസ്റ്റ് ഈ മത്സരം സമനിലയിലാവുകയോ ഇംഗ്ലണ്ട് ജയിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പരമ്പര ഇംഗ്ലണ്ട് സ്വന്തമാക്കുമായിരുന്നു. അതില്ല, വിട്ടു തരില്ല എന്ന് ശുഭ്മാൻ ഗില്ലിന്റെ പട പറഞ്ഞു. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ആദ്യ പരമ്പര കൂടിയാണ്. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തലയിൽ ആ ക്യാപ്പ് വന്നതിന് ശേഷമുള്ള ആദ്യ പരമ്പര കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും നിർണായകമായിരുന്നു. അങ്ങനെ ഈ പരമ്പര ജയത്തോളം പോകുന്ന സമനില എന്ന് പറയാം. ജയത്തോളം പോകുന്ന സമനില. ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിരുന്നു. ഋഷഭ് പന്തിന്റെ പരിക്കുൾപ്പെടെ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യൻ ടീമിന് മുന്നിലുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ജയം നേടിയിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം, ഈ മത്സരം ഒരു വേള നമ്മൾ തുടക്കത്തിൽ വലിയ പ്രതീക്ഷ നമുക്ക് വന്നതാണ്. പക്ഷേ ജോ റൂട്ടും ഒപ്പം തന്നെ ഹാരി ബ്രൂക്കും ഈ 2 താരങ്ങൾ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നെഞ്ചിടിപ്പ് കൂട്ടിയത്. അതിനുശേഷം ഇന്നലെ തുടരെ അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ തുടരെ വിക്കറ്റുകൾ ഇന്നലെ വീഴുന്നത് നമ്മൾ കണ്ടു. ഒലി പോപ്പിന്റെ വിക്കറ്റ് വീണതോട് കൂടിയാണ് ഒലി വിക്കറ്റ് വീണു. അതിനുശേഷം ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ജേക്കബ് ബദലിനെ ഇന്നലെ ക്ലീൻ ബൗൾഡ് ചെയ്തു. പ്രസിദ്ധ് കൃഷ്ണ ഇന്നലെ ക്ലീൻ ബൗൾഡ് ചെയ്തു. ജാമി സ്മിത്തിനെ മുഹമ്മദ് സിറാജ് ധ്രുവ് ജുറേലിന്റെ കൈകളിൽ എത്തിച്ചു. ഇതൊക്കെ ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് 35 റൺസാണ് വേണ്ടിയിരുന്നത്. 4 വിക്കറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ
അവിടെ മഴ വന്നു, ഒപ്പം ഇന്നലെ വെളിച്ചക്കറവ് മൂലം കളി നിർത്തിവെച്ചത്. ഇന്നലെ ഇന്ത്യൻ പേസ് ബോളർമാർക്ക് വലിയ മൂവ്മെന്റ് ലാസ്റ്റ് മിനിറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു, പേസ് ബോളർമാർക്ക് വലിയ സ്വിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെയാണ് ഇന്ന് തുടക്കത്തിലും ഇന്ത്യൻ ബൗളർമാർക്ക് വലിയ ആധിപത്യം പിച്ചിൽ നിന്ന് ലഭിച്ചു. 5ാം ദിനത്തിന്റെ ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടി, ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ ഓവലിൽ ചരിത്രം രചിക്കുന്നു.